ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ സർജിക്കൽ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിനകത്ത് നിന്ന് തന്നെ സർജിക്കൽ ഡ്രസ്സിങ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സർജിക്കൽ ഡ്രസ്സിങ്ങിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കുറേഷ്യോ. വൂണ്ട് ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂണ്ട് ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലിനെയാണ് സർജിക്കൽ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കാലിലോ കയ്യിലോ ഒക്കെ ഒരു മുറിവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കെട്ടാൻ ഉപയോഗിക്കുന്ന, മെഡിസിൻ അപ്ലൈ ചെയ്തതിനു ശേഷം ആ മുറിവ് കെട്ടി വെക്കാൻ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ, അതാണ് സർജിക്കൽ ഡ്രസ്സിംഗ് എന്നറിയപ്പെടുന്നത്. ഈ സർജിക്കൽ ഡ്രസ്സിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമുക്കൊരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞു, ആ ഇഞ്ചേർഡ് ടിഷ്യൂവിന് ഒരു പ്രൊട്ടക്ഷൻ സർജിക്കൽ ഡ്രസ്സിംഗ് നൽകുന്നുണ്ട്. ഇഞ്ചേർഡ് ടിഷ്യൂവിന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്, അത് കവർ ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് സർജിക്കൽ ഡ്രസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇഞ്ചേർഡ് ടിഷ്യൂന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള സെക്രേഷൻസ് ഒക്കെ സർജിക്കൽ ഡ്രസ്സിംഗ് അബ്സോർബ് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോ സർജിക്കൽ ഡ്രസ്സിംഗ് പ്രൊട്ടക്റ്റീവ് ആയിട്ടും അബ്സോർബന്റ് ആയിട്ടും കവറിംഗ് ആയിട്ടും സപ്പോർട്ടീവ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. സർജിക്കൽ ഡ്രസ്സിങ്ങിനകത്ത് വരുന്നതാണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ്, അബ്സോർബന്റ്, ബാൻഡേജ്, അഡസീവ് ടേപ്പ്, പ്രൊട്ടക്റ്റീവ് മുതലായവ. പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൂണ്ട് സർഫസിനോട് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു മെറ്റീരിയലിനെയാണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വൂണ്ട് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, വൂണ്ടിനോട് നിയറസ്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഡ്രസ്സിംഗ് മെറ്റീരിയലിനെയാണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനോട് കൂടെ നമ്മൾ ബാൻഡേജസോ അല്ലെങ്കിൽ അഡസീവ് ടേപ്സോ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് നമ്മുടെ വൂണ്ട് സർഫസിൽ റീഇൻഫോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റു ചില മെറ്റീരിയൽ കൂടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? ചിലപ്പോൾ അത് അഡസീവ് ടേപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാൻഡേജസ് ആയിരിക്കാം. പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കുന്നത്? പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗിനെ ഇന്റർഫിയർ ചെയ്യാതെ വൂണ്ട് സെക്രേഷൻസ് അബ്സോർബ് ചെയ്യുക, മാസറേഷൻ മിനിമൈസ് ചെയ്യുക, ഈ ഡ്രസ്സിംഗ് മെറ്റീരിയൽ വൂണ്ട് സർഫസിൽ അഡ്ഹർ ചെയ്യുന്നത് മിനിമൈസ് ചെയ്യുക, മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രി, അഫക്റ്റഡ് ഏരിയയിലോട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുക മുതലായവയാണ്. ഇപ്പൊ പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൂണ്ട് സർഫസിനോട് നിയറസ്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു സർജിക്കൽ ഡ്രസ്സിങ്ങിനെയാണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂണ്ട് ഹീലിംഗിൽ ഇന്റർഫിയർ ചെയ്യാതെ വൂണ്ട് സെക്രേഷൻസ് അബ്സോർബ് ചെയ്യുക, മാസറേഷൻ മിനിമൈസ് ചെയ്യുക, വൂണ്ട് ഡ്രസ്സിംഗ് വൂണ്ട് സർഫസിൽ അഡ്ഹർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക, മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുക മുതലായവയാണ്. മാസറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻജേർഡ് ആയിട്ടുള്ള ടിഷ്യൂ ലോങ് ടൈം മോയ്സ്ചറുമായിട്ട് എക്സ്പോഷറിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ടിഷ്യൂ, ഇൻജേർഡ് ആയിട്ടുള്ള ടിഷ്യൂ സോഫ്റ്റ് ആവുകയും അത് ബ്രേക്ക് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെയാണ് മാസറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസറേഷൻ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്ങിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഒന്ന് മാസറേഷൻ മിനിമൈസ് ചെയ്യുക, മറ്റൊന്ന് വൂണ്ട് സെക്രേഷൻസ് അബ്സോർബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഡ്രസ്സിംഗ് വൂണ്ട് സർഫസിൽ അഡ്ഹർ ചെയ്യുന്നത് മിനിമൈസ് ചെയ്യുക, മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രി റെസിസ്റ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. കോട്ടണിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഗോസ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് സ്യൂട്ടബിൾ മെഷറും തിക്നെസ്സും ഒക്കെയുള്ള ഗോസ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൂണ്ട് സർഫസിൽ അഡ്ഹർ ചെയ്യാറുണ്ട്. പെട്രോലാറ്റം ഇംപ്രിഗ്നേറ്റഡ് ഗോസ് യൂസ് ചെയ്ത് നോക്കി. ഇപ്പൊ പെട്രോലാറ്റം ഇംപ്രിഗ്നേറ്റഡ് ഗോസ് ആണെന്നുണ്ടെങ്കിലും ഈ അഡ്ഹറൻസിന്റെ കേസിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ഗോസ് എന്ന് പറയുമ്പോൾ കോട്ടൺ ഒപ്റ്റൈൻ ചെയ്യുന്നതാണ്. സ്യൂട്ടബിൾ മെഷ് ആൻഡ് തിക്നെസ്സിലൊക്കെ ഉള്ള ഗോസ് നമ്മൾ പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് അഡ്ഹറൻസ്, വൂണ്ട് സർഫസിൽ അത് അഡ്ഹർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് പെട്രോലാറ്റം ഇംപ്രിഗ്നേറ്റഡ് ഗോസ് യൂസ് ചെയ്ത് നോക്കി. പക്ഷെ അഡ്ഹറൻസിന്റെ കേസിൽ അവിടെയും യാതൊരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല. പിന്നീടാണ് നമ്മൾ അഡാപ്റ്റീവ് നോൺ അഡ്ഹറിംഗ് ഡ്രസ്സിംഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അഡാപ്റ്റീവ് നോൺ അഡ്ഹറിംഗ് ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ പ്യുവർ റീജനറേറ്റഡ് സെല്ലുലോസ് ഇന്റർലോക്ക് ചെയ്ത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ബ്ലെൻഡ് അതിന് മേലെ കോട്ട് ചെയ്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന
ഡ്രസ്സിംഗ് ആണ് അഡാപ്റ്റീവ് നോൺ അഡ്ഹറിങ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡാപ്റ്റീവ് നോൺ അഡ്ഹറിങ് ഡ്രസ്സിങ്ങിനാണെന്നുണ്ടെങ്കിൽ അഡ്ഹറൻസ് കുറവാണ്, ലോ ലെവൽ ഓഫ് അഡ്ഹറൻസ് മാത്രമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൂൺസിന്റെ കേസിലും ബേൺസ് ആണെങ്കിലും സ്കിൻ ഗ്രാഫ്റ്റ്സ്, കൊളോസ്റ്റമീസ്, ഇലിയോസ്റ്റമീസ്, ഓപ്പൺ അൾസേഴ്സ്, ഇതിന്റെ ഒക്കെ കേസിൽ നമുക്ക് അഡാപ്റ്റീവ് നോൺ അഡ്ഹറിങ് ഡ്രസ്സിങ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ട്രാൻസ്പെറന്റ് ഡ്രസ്സിങ്സ് വിത്ത് ബാക്ടീരിയ റിസ്ട്രെയിനിങ് പ്രോപ്പർട്ടീസ്. ട്രാൻസ്പെറന്റ് ഡ്രസ്സിങ്സ് നൗഡേയ്സ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ആ വൂണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ സർജിക്കൽ ഗോസിനെ കുറിച്ചാണ് നോക്കുന്നത്. സർജിക്കൽ ഗോസിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സർജിക്കൽ ഗോസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അബ്സോർബന്റ് ഗോസ്. അപ്പൊ സർജിക്കൽ ഗോസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അബ്സോർബന്റ് ഗോസ്. ഈ അബ്സോർബന്റ് ഗോസ് എന്ന് പറയുമ്പോൾ അത് സഫിഷ്യന്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള ഒരു സർജിക്കൽ ഡ്രസ്സിംഗ് മെറ്റീരിയൽ ആണ് സർജിക്കൽ ഗോസ് എന്ന് പറയുന്നത്. റോ കോട്ടണിൽ നിന്നാണ് സർജിക്കൽ ഗോസ് പ്രിപ്പയർ ചെയ്യുന്നത്. റോ കോട്ടൺ അതൊരു ത്രെഡ് ആക്കി മാറ്റി ആ ത്രെഡ് നെയ്ത് ഓപ്പൺ മെഷ് ക്ലോത്ത് പോലെ പ്രിപ്പയർ ചെയ്ത് അത് അബ്സോർബന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ അതിന് കൊടുത്ത് ഡിഫറെന്റ് പ്രോസസ്സിലൂടെ അതിനൊരു അബ്സോർബന്റ് നേച്ചർ ഒക്കെ ആ ഒരു ക്ലോത്തിന് കൊടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് സർജിക്കൽ ഗോസ് എന്ന് പറയുന്നത്. അതായത് റോ കോട്ടണിൽ നിന്നാണ് സർജിക്കൽ ഗോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ റോ കോട്ടൺ ക്ലീൻ ചെയ്ത് അതൊരു ത്രെഡ് ആക്കി മാറ്റി ആ ത്രെഡ് വീവ് ചെയ്ത് ഓപ്പൺ മെഷ്ഡ് ക്ലോത്ത് ആക്കി മാറ്റി ആ ഓപ്പൺ മെഷ്ഡ് ക്ലോത്ത് ബ്ലീച്ച് ചെയ്ത് നമ്മൾ അതിനൊരു അബ്സോർബൻ പ്രോപ്പർട്ടി ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് അത് സർജിക്കൽ ഗോസ് ആയി മാറ്റുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൂണ്ട് ഡ്രസ്സിംഗ്, അതുപോലെ ഈ ഡിസ്ചാർജ് ഒക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അത്തരത്തിലുള്ള സർജിക്കൽ ഡ്രസ്സിങ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മോർ സോഫ്റ്റ് ആയിട്ടുള്ള അബ്സോർബൻ ഗോസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ അബ്സോർബൻ ഗോസിന് ലോവർ മെഷ് സൈസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ചില സർജിക്കൽ ഡ്രസ്സിങ്ങില് ക്ലോസ് മെഷ്ഡ് ഗോസും യൂസ് ചെയ്യാറുണ്ട്. അതായത് കൂടുതൽ സ്ട്രെങ്ത്തും പ്രൊട്ടക്ഷനും ഒക്കെ വേണം എന്ന് തോന്നുന്ന കേസിലാണ് ക്ലോസ് മെഷ്ഡ് ഗോസ് സർജിക്കൽ ഡ്രസ്സിങ്ങിൽ യൂസ് ചെയ്യാറുള്ളത്. ഫിലിം ഗോസ് എന്ന് പറയുമ്പോൾ അബ്സോർബൻ ഗോസ് ഫോൾഡ് ചെയ്ത് ഓരോ ഫോൾഡിലും കോട്ടൺ അല്ലെങ്കിൽ റയോൺ വെച്ച് കോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സർജിക്കൽ ഗോസ് ആണ് ഫിലിം ഗോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫിലിം ഗോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോഫ്റ്റ്നെസ് കൂടുതലാണ്, അതുപോലെ തന്നെ അബ്സോർബിലിറ്റിയും കൂടുതലാണ്. ഫിലിം ഗോസ് എന്ന് പറയുമ്പോൾ അബ്സോർബൻ ഗോസ് ഫോൾഡ് ചെയ്ത് ആ ഓരോ ഫോൾഡിലും ആ ഓരോ ലെയറിലും റയോൺ അല്ലെങ്കിൽ കോട്ടൺ വെച്ച് കോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർജിക്കൽ ഡ്രസ്സിങ്ങിനെയാണ്, സർജിക്കൽ ഗോസിനെയാണ് ഫിലിം ഗോസ് എന്ന് പറയുന്നത്. ഈ ഫിലിം ഗോസിന് സോഫ്റ്റ്നെസ് കൂടുതലാണ്, അബ്സോർബിലിറ്റിയും കൂടുതലാണ്. നെക്സ്റ്റ്, നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസ്. നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ഡെൻസ്ലി പാക്ഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആണ് നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡെൻസ്ലി പാക്ഡ് സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസിന് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, അതുപോലെ തന്നെ അബ്സോർബൻ കപ്പാസിറ്റിയും കൂടുതലാണ്, അബ്സോർബിലിറ്റി കൂടുതലാണ്. നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണ്, ലെസ് ലിൻഡ് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ലിൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെറിയ ഫൈബേഴ്സ്, സ്മോൾ ഫൈബേഴ്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇത്തരത്തിലുള്ള നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസിൽ നിന്ന് ഫൈബേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള, ഫൈബേഴ്സ് തൂങ്ങി നിൽക്കാനൊക്കെയുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. നോൺ വൂവൻ സർജിക്കൽ സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ വൂണ്ട് ഡ്രസ്സിംഗ് ആയിട്ടും ജനറൽ പർപ്പസ് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ്. മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ് എന്ന് പറയുമ്പോൾ സർജിക്കൽ ഗോസ് 5% അയഡോഫോമുമായി ട്രീറ്റ് ചെയ്തിട്ടാണ് അത് മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ് ആയി മാറുന്നത്. പാക്കിംഗ് ആൻഡ് ഡ്രെയിനിങ് മെറ്റീരിയൽ ആയിട്ടാണ് മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ് യൂസ് ചെയ്യുന്നത്. ആന്റിസെപ്റ്റിക് സർജിക്കൽ ഗോസ് എന്നുള്ള ഒരു പേര് കൂടെ മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസിനുണ്ട്. ഓർക്കുക, 5% അയഡോഫോം. എങ്ങനെയാണ് മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ് പ്രിപ്പയർ ചെയ്യുന്നത്? 5% അയഡോഫോമുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട്, സർജിക്കൽ ഗോസ് 5% അയഡോഫോമുമായി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ് ആയി മാറുന്നത്. അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ആന്റിസെപ്റ്റിക് സർജിക്കൽ ഗോസ്. പാക്കിംഗ് ഡ്രെയിനിങ് മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെഡിക്കേറ്റഡ് സർജിക്കൽ ഗോസ് പാക്കിംഗ് അല്ലെങ്കിൽ ഡ്രെയിനിങ് മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെൽവേജ് എഡ്ജ് ഗോസ് സ്ട്രിപ്പ്. സെൽവേജ് എഡ്ജ് ഗോസ് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ പാക്കിംഗ് സ്ട്രിപ്പ് ആയിട്ടും
ഡ്രെയിനേജ് വിക്കായിട്ടും യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് ലൂസ് ത്രെഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിന് സെൽവേജ് എഡ്ജ് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. മെഡിക്കേറ്റഡ് ഫോമിലും അൺമെഡിക്കേറ്റഡ് ആയിട്ടും സെൽവേജ് എഡ്ജ് ഗോസ്ട്രിപ്സ് അവൈലബിൾ ആണ്. മെഡിക്കേറ്റഡ് സെൽവേജ് എഡ്ജ് ഗോസ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് 5% ഐഡോഫോം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗോസ് പാഡ് അല്ലെങ്കിൽ സ്പോഞ്ചസ്. ഗോസ് പാഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ്. ഗോസ് പാഡ്സ് അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസ്ഡ് സർജിക്കൽ ഗോസ് ഫോൾഡ് ചെയ്തിട്ടാണ് ഗോസ് പാഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റെറിലൈസ്ഡ് സർജിക്കൽ ഗോസ് ഫോൾഡ് ചെയ്യുന്നു. ലൂസ് ഫൈബേഴ്സോ ത്രെഡ്സോ ഒന്നും വരാത്ത രീതിയിൽ അത് ഫോൾഡ് ചെയ്തിട്ടാണ് ഗോസ് പാഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ത്രെഡോ ഫൈബേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൂണ്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് അത് അതിനകത്ത് എൻട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലൂസ് ഫൈബേഴ്സോ ത്രെഡോ ഒന്നും കാണാത്ത, പുറത്തേക്ക് തൂങ്ങി നിൽക്കാത്ത, പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റെറിലൈസ്ഡ് സർജിക്കൽ ഗോസ് ഫോൾഡ് ചെയ്തിട്ടാണ് ഗോസ് പാഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സ്റേ ഡിറ്റക്റ്റബിൾ ഗോസ് പാഡ്സ് എന്ന് പറയുമ്പോൾ ബേരിയം സൾഫേറ്റ് പോലെയുള്ള റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഗോസ് പാഡ്സ് ആണ് എക്സ്റേ ഡിറ്റക്റ്റബിൾ ഗോസ് പാഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോസിറ്റ് അബ്സോർബൻ ഡ്രസ്സിംഗ്. കമ്പോസിറ്റ് അബ്സോർബൻ ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നോൺ വൂവൻ ഫാബ്രിക് കൊണ്ടുള്ള അബ്സോർബൻ ഗോസ് ലേയേഴ്സ് ആയിട്ട് ആ ലേയേഴ്സിനുള്ളിൽ കോട്ടൺ, റയോൺ, ടിഷ്യൂ പേപ്പർ ഒക്കെ ഫില്ല് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഡ്രസ്സിംഗ് ആണ് കമ്പോസിറ്റ് അബ്സോർബൻ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. This may be made of layers of absorbent gauze of non-woven fabric. Non-woven fabric absorbent gauzeന്റെ ലേയേഴ്സ്, ആ ലേയേഴ്സിനിടയിൽ കോട്ടണോ റയോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ വൂവൻ ഫാബ്രിക്കോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് കമ്പോസിറ്റ് അബ്സോർബന്റ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാനിറ്ററി നാപ്കിൻസ്. സാനിറ്ററി നാപ്കിൻസ് എന്ന് പറയുമ്പോൾ ഒബ്സ്റ്റെട്രിക്കൽ പാഡ്സ്, മെറ്റേണിറ്റി പാഡ്സ്, വി പാഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള സാനിറ്ററി നാപ്കിൻസിന് ഫ്ലൂയിഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻസിന്റെ സർഫസ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിലും വാട്ടർ റിപ്പലന്റ് മെറ്റീരിയൽ കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സാനിറ്ററി നാപ്കിൻസിന്റെ സൈഡും ഔട്ടർ സർഫസും എല്ലാം വാട്ടർ റിപ്പലന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സാനിറ്ററി നാപ്കിൻസിന് ഹൈ ഫ്ലൂയിഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി ആണ് ഉള്ളത്. ഒബ്സ്റ്റെട്രിക്കൽ പാഡ്സ്, മെറ്റേണിറ്റി പാഡ്സ്, വി പാഡ്സ് അതൊക്കെ സാനിറ്ററി നാപ്കിൻസിനെ തന്നെ പറയുന്ന മറ്റു പേരുകളാണ്. ഐ പാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, സർജറിയുടെ ഒക്കെ കേസിൽ ഐ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ പാഡ്സിനെയാണ് ഐ പാഡ് എന്ന് പറയുന്നത്. നോൺ വൂവൻ ഫാബ്രിക് വെച്ചാണ് ഐ പാഡ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. സ്റ്റെറൈൽ പാക്ക് ആയിട്ടാണ് ഐ പാഡ് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബാൻഡേജസിനെ കുറിച്ചാണ്. ബാൻഡേജസ് എന്ന് പറയുമ്പോൾ സർജിക്കൽ ഡ്രസ്സിങ്ങിന്റെ മേലെ ആ സർജിക്കൽ ഡ്രസ്സിങ് പ്രോപ്പർ പ്ലേസിൽ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ബാൻഡേജസ് എന്ന് പറയുന്നത്. ഡ്രസ്സിങ്ങിന്റെ മേലെ മാത്രമല്ല, ഈ ഡ്രസ്സിങ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യുന്ന ബാൻഡേജസ് ഉണ്ട്. ഇലാസ്റ്റിക് ബാൻഡേജസ് എന്ന് പറയുമ്പോൾ സ്വെല്ലിംഗ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പ്ലെയിൻഡ് ആംഗിൾ ഒക്കെ നമ്മുടെ കണങ്കാലൊക്കെ ഉളുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ബാൻഡേജ് ആണ് ഇലാസ്റ്റിക് ബാൻഡേജ് എന്ന് പറയുന്നത്. ടൈറ്റ് ബാൻഡേജസും ഉണ്ട്. ടൈറ്റ് ബാൻഡേജസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഫ്ലോ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാൻഡേജസ് ആണ് ടൈറ്റ് ബാൻഡേജസ്. ഇനി നമുക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാൻഡേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺ ഗോസ് റോളർ ബാൻഡേജ്. എന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺ ഗോസ് റോളർ ബാൻഡേജ് ടൈപ്പ് 1 അബ്സോർബൻ ഗോസ് വെച്ചിട്ടാണ് കോമൺ ഗോസ് റോളർ ബാൻഡേജ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ്. കോമൺ ഗോസ് റോളർ ബാൻഡേജിന്റെ കേസിൽ ലൂസ് ത്രെഡ്സ് കാണാനുള്ള സാധ്യത വളരെ വിരളമാണ്. നെക്സ്റ്റ് മസ്ലിൻ ബാൻഡേജ്. മസ്ലിൻ ബാൻഡേജ് എന്ന് പറയുമ്പോൾ കോമൺ ഗോസ് റോളർ ബാൻഡേജിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ് മസ്ലിൻ ബാൻഡേജ് എന്ന് പറയുന്നത്. കോമൺ ഗോസ് റോളർ ബാൻഡേജ് സഫീഷ്യന്റ് സ്ട്രെങ്ത് തരുന്നില്ല എന്ന് തോന്നുന്ന കേസിലാണ് നമുക്ക് മസ്ലിൻ ബാൻഡേജ് യൂസ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ഇലാസ്റ്റിക് ബാൻഡേജ്. ഇലാസ്റ്റിക് ബാൻഡേജിനകത്ത് വരുന്നതാണ് വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജ്, ക്രീപ്പ് ബാൻഡേജ്, കൺഫോമിംഗ് ബാൻഡേജ്, ഹൈ ബൾക്ക് ബാൻഡേജ് മുതലായവ. ഇലാസ്റ്റിക് ബാൻഡേജ് അതിനകത്ത് വരുന്ന ആദ്യത്തേത് എന്തായിരുന്നു? വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജ്. വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലാസ്റ്റിക് വെബിംഗ് ഉണ്ട്.
അതായത് റബ്ബർ ത്രെഡ്സ് ഉള്ള ഇലാസ്റ്റിക് വെബിംഗ് ആണ് വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഗുഡ് സപ്പോർട്ട് ആൻഡ് പ്രഷർ വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജസിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രഷർ താങ്ങാനുള്ള കഴിവ് വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജിനുണ്ട്. ഗുഡ് സപ്പോർട്ട് വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്രീപ്പ് ബാൻഡേജ്. ക്രീപ്പ് ബാൻഡേജ് എന്ന് പറയുമ്പോൾ ആ ബാൻഡേജിന്റെ ലെങ്ത്തിന്റെ ട്വൈസ് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ക്രീപ്പ് ബാൻഡേജിനുണ്ട്. ഇതിനകത്ത് റബ്ബർ ത്രെഡിങ്സ് ഇല്ല കേട്ടോ. ഇലാസ്റ്റിക് ബാൻഡേജിൽ വരുന്ന വൂവൻ ഇലാസ്റ്റിക് ബാൻഡേജിന്റെ കേസിലാണ് റബ്ബർ ത്രെഡ്സ് ഉള്ള ഇലാസ്റ്റിക് വെബിംഗ് ഉള്ളത്. എന്നാൽ ക്രീപ്പ് ബാൻഡേജിന്റെ കേസിൽ റബ്ബർ ത്രെഡ്സ് ഇല്ല. പക്ഷെ ആ ബാൻഡേജിന്റെ ലെങ്ത്തിന്റെ ട്വൈസ് അത് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ക്രീപ്പ് ബാൻഡേജസിനുണ്ട്. അതിന്റെ സ്പെഷ്യൽ വ്യൂ ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് അതിന് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. വെരിക്കോസ് വെയിനും സ്പ്രെയിൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കേസിൽ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ടാണ് ക്രീപ്പ് ബാൻഡേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കണ്ടല്ലോ ക്രീപ്പ് ബാൻഡേജ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ അത് ടൈറ്റ്ലി ഫിറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് കൺഫോമിംഗ് ബാൻഡേജ് ആണ്. കൺഫോമിംഗ് ബാൻഡേജ് എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് ബാൻഡേജിന് എക്സാമ്പിൾ ആണ് കൺഫോമിംഗ് ബാൻഡേജ്. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച്, അതായത് നമ്മുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ബാൻഡേജ് ആണ് കൺഫോമിംഗ് ബാൻഡേജ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യാൻ ഈസി ആണ്. അത് സ്ലിപ്പിംഗ് ഒക്കെ കുറവാണ്. കൺഫോമിംഗ് ബാൻഡേജസിന് നമ്മുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പൊ ഹൈ ബൾക്ക് ബാൻഡേജ് എന്ന് പറയുമ്പോൾ അബ്സോർബൻ പ്രോപ്പർട്ടി ഉള്ള ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ് ഹൈ ബൾക്ക് ബാൻഡേജ് എന്ന് പറയുന്നത്. കോട്ടൺ ഗോസ് 6 ലെയേഴ്സ് ആയിട്ട് ക്രിംപ് ചെയ്തിട്ടാണ് ഹൈ ബൾക്ക് ബാൻഡേജ് പ്രിപ്പയർ ചെയ്യുന്നത്. വൂണ്ട് ഡ്രസ്സിംഗ് ആപ്ലിക്കേഷന്റെ ഒക്കെ സമയത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഹൈ ബൾക്ക് ബാൻഡേജ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ട്രയാങ്കുലർ ബാൻഡേജസ് എന്ന് പറയുമ്പോൾ മസ്ലിൻ ഡയഗണലി കട്ട് ചെയ്ത് ഈ പിക്ചറിൽ കാണുന്ന പോലെ പ്രിപ്പയർ ചെയ്യുന്ന ബാൻഡേജസ് ആണ് ട്രയാങ്കുലർ ബാൻഡേജസ് എന്ന് പറയുന്നത്. ഹെഡ് ഡ്രസ്സിംഗ്, ആം സ്ലിങ്സ്, ടെമ്പററി സ്പ്ലിൻസ്, ബ്രോക്കൺ ബോൺസ്, അതിന്റെ കേസിലൊക്കെ നമ്മൾ ട്രയാങ്കുലർ ബാൻഡേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓർത്തോപീഡിക് ബാൻഡേജസ് എന്ന് പറയുമ്പോൾ ബ്രോക്കൺ ബോൺസ് യുണൈറ്റ് ചെയ്യുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓർത്തോപീഡിക് ബാൻഡേജസ് യൂസ് ചെയ്യുന്നത്. ഓർത്തോപീഡിക് ബാൻഡേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഗോസസ് ആണ്. നെക്സ്റ്റ് സ്റ്റോക്കിനെറ്റ് ബാൻഡേജസ്. സ്റ്റോക്കിനെറ്റ് ബാൻഡേജസ് എന്ന് പറയുമ്പോൾ ഓർത്തോപീഡിക് ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മുടെ സ്കിൻ കവർ ചെയ്യുന്ന ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്കിനെറ്റ് ബാൻഡേജസ് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കിനെറ്റ് ബാൻഡേജസ് എന്ന് പറയുമ്പോൾ അത് സോഫ്റ്റ് ആണ്, സ്ട്രെച്ചബിൾ ആണ്, നമ്മുടെ ശരീര രൂപഘടനയ്ക്ക് അനുസരിച്ച് ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബാൻഡേജസ് ആണ് സ്റ്റോക്കിനെറ്റ് ബാൻഡേജസ്. നെക്സ്റ്റ് കാസ്റ്റ് പാഡിങ്സ് ആണ്. കാസ്റ്റ് പാഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ് കാസ്റ്റ് പാഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പാഡിങ്സ്, കാസ്റ്റ് പാഡിങ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്കിന്ന് ബ്രീത്തബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ അഡസീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. അഡസീവ് ടേപ്സിനെ കുറിച്ച്. അഡസീവ്സ് ടേപ്പ് പ്രധാനമായും 2 ടൈപ്പ് ആണുള്ളത്. റബ്ബർ ബേസ്ഡ് അഡസീവ്സ് ആൻഡ് അക്രിലേറ്റ് അഡസീവ്സ്. റബ്ബർ ബേസ്ഡ് അഡസീവ്സ് എന്ന് പറയുമ്പോൾ ചീപ്പർ ആണ്. ഗ്രേറ്റർ അഡസീവ്നെസ് വേണ്ട സമയത്താണ് റബ്ബർ ബേസ്ഡ് അഡസീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്രിലേറ്റ് അഡസീവ് ടേപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിലാണ് അക്രിലേറ്റ് അഡസീവ് ടേപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ അക്രിലേറ്റ് അഡസീവ് ടേപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ട്രോമ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മിനിമൽ സ്കിൻ ട്രോമ മാത്രമേ അക്രിലേറ്റ് അഡസീവ് ടേപ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുള്ളൂ. ഹൈപ്പോ അലർജനിക് നേച്ചർ ആണ് അക്രിലേറ്റ് അഡസീവ് ടേപ്സിനുള്ളത്. അലർജി മിനിമൽ ആയിരിക്കും. ഹൈപ്പോ അലർജനിക് നേച്ചർ ആണ് അക്രിലേറ്റ് അഡസീവ് ടേപ്സ്. ലോങ് ഷെൽഫ് ലൈഫ് ഉണ്ട് അഡസീവ് ടേപ്പിന്. അക്രിലേറ്റ് അഡസീവ് ടേപ്പിന് ലോങ് ഷെൽഫ് ലൈഫ് ആണുള്ളത്. അതിനെ ഹീറ്റ് എഫക്ട് ചെയ്യില്ല. മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഹീറ്റ്, ലൈറ്റ് പോലെയുള്ള മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒന്നും തന്നെ അക്രിലേറ്റ് അഡസീവ് ടേപ്പിനെ എഫക്ട് ചെയ്യില്ല. അത് നോൺ ഒക്ലൂസീവ് ആണ്. ഓവർ ഹൈഡ്രേഷൻ ഉണ്ടാവില്ല. that do not cause overhydration in the stratum corneum. സ്ട്രാറ്റം കോർണിയത്തില് നമ്മുടെ സ്കിന്നിന്റെ ലെയറിനെ പറ്റിയാണ് പറയുന്നത്. സ്ട്രാറ്റം കോർണിയത്തില് ഓവർ ഹൈഡ്രേഷൻ ഉണ്ടാവില്ല. that do not cause overhydration.
അപ്പം അഡസീവ് ടേപ്സ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എരിത്തിമ, എഡീമ, പാപ്യൂൾസ്, വെസിക്കിൾ, ഡിസ്ക്വമേഷൻ അങ്ങനെയുള്ള കാരണങ്ങൾക്കൊക്കെ റീസൺ ആവാം. അത് 24 to 48 hours വരെയാണ് നിൽക്കാറുള്ളത്. പിന്നെ അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡ്യൂറേഷൻ ഓഫ് യൂസിനനുസരിച്ചിരിക്കും അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഇച്ചിങ് ഉണ്ടാവാം, ചിലപ്പോ ഇച്ചിങ് ഉണ്ടാവില്ല, ചിലപ്പോ ഇച്ചിങ് ഉണ്ടായാൽ തന്നെ അത് ഭയങ്കര സിവിയറും ആകാം. ഇനി ഇത്തരത്തിലുള്ള അഡസീവ് ടൈപ്സ് അപ്ലൈ ചെയ്ത് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. 2 ടൈപ്പ് ഇറിറ്റേഷൻ ആണ് ഉണ്ടാവുന്നത്. ഒന്ന് വാസോഡൈലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ അത് നോൺ ട്രോമാറ്റിക് ആണ് കേട്ടോ. അത് സ്കിന്നിന് യാതൊരു രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്നില്ല. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ സ്ട്രിപ്പിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ടേപ്പിനോട് കൂടെ നമ്മുടെ സ്കിൻ റിമൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തില് 2 ടൈപ്പ് ഇറിറ്റേഷൻ ആണ് അഡസീവ് ടേപ്സ് ഉണ്ടാക്കുന്നത്. ഒന്ന് വാസോഡൈലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ അത് ട്രോമാറ്റിക് അല്ല, നോൺ ട്രോമാറ്റിക് ആണ്. രണ്ടാമത്തേത് സ്കിൻ സ്ട്രിപ്പിംഗ് ആണ്. നമ്മൾ ഈ ടേപ്പ് റിമൂവ് ചെയ്യുന്നതിനോട് കൂടെ സ്കിന്നും പോരുന്നു. അപ്പൊ അത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർജിക്കൽ ഡ്രസ്സിംഗ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർജിക്കൽ ഡ്രസ്സിംഗ് ഏതൊക്കെയാണ്, അഡസീവ് ടേപ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ബാൻഡേജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, സർജിക്കൽ ഗോസിനെ കുറിച്ച് പഠിച്ചു, പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ച് പഠിച്ചു. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നിങ്ങൾ നന്നായിട്ട് വായിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, അത്രേ വേണ്ടൂ. അടുത്ത ദിവസം ഈ ഒരു ചാപ്റ്ററിന്റെ റിമൈനിങ് പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.